ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന കിടിലൻ 2 അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഇത് പലർക്കും അറിയാതിരിക്കാം, എന്നാലും ഉണ്ടാവും ഒരുപാട്. അപ്പോൾ അതായത് നമ്മൾ വാട്സപ്പിൽ വന്നിട്ടുള്ള നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ അയക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ട, നമ്മൾ വാട്സപ്പിന് ചെയ്യാം. അത് വീഡിയോ അയക്കുകയാണെങ്കിലും അതുപോലെ ഫോട്ടോ അയക്കുകയാണെങ്കിലും അതിന് നമ്മൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളൊരാൾ ആർക്കെങ്കിലും അയക്കുകയാണെങ്കിൽ അത് എടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ നമുക്ക് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇതിന് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് മാറ്റാൻ പറ്റും, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ആ ഒരു എഫക്റ്റിന് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് വരുന്നുണ്ടോ? നല്ല രസമല്ലേ? അപ്പോൾ ഇങ്ങനെ പല പല എഫക്റ്റുകളുണ്ട് ഇതിന് നല്ല അടിപൊളി രസമുള്ള എഫക്റ്റുകൾ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫിൽറ്റർ. പിന്നെ എഫക്റ്റ് നോക്കുകയാണെങ്കിൽ യൂസ് ക്യാമറ എഫക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, അത് അവൈലബിൾ ആക്കിയിട്ട് കണ്ടോ, നല്ല രസമല്ലേ? ക്യാമറ ഇങ്ങനെ മാറ്റം വരുത്താം. ഇനി അടുത്ത നമുക്ക് നോക്കാം. ജസ്റ്റ് അടുത്ത് കണ്ടോ, ഇത് അടിപൊളി എഫക്റ്റ് ആയിട്ടോ. ഇതിപ്പോൾ ഇത് കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പേ. ഇത് ഏതിലറിയോ, ഇത് വേറെ ഏതോ ഒരു ആപ്പ് ഉണ്ട്, അതിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ അപ്ഡേറ്റ് മാത്രമല്ല, അത് ഫോട്ടോ ആയി മാറി. ഈ അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കണ്ടോ, വേറെ അപ്ഡേറ്റും കൂടി ഞാൻ പറയുന്നുണ്ട്. ഈ അപ്ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ബാക്ക് അടിച്ചിട്ട് പോകണ്ട. ഈ അപ്ഡേറ്റ് എങ്ങനെയുണ്ട് ഞാൻ നോക്കണം. ഇത് കണ്ടോ, നമ്മൾ പാട്ട് പാടുന്ന പോലെ കേൾക്കാൻ പറ്റും, ഭയങ്കര രസമായി. അപ്പോൾ ഫിൽട്ടർ, അപ്പോൾ ഇതാണ് ഫിൽട്ടർ. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റും. ബാക്ക്ഗ്രൗണ്ടാണ് ടോപ്പ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മാറ്റലാണ് ഒന്നുകൂടി അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് മാറ്റുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ഫിൽട്ടറിൽ ആൾറെഡി നമ്മൾ ഫിൽട്ടറിൽ ലാസ്റ്റ് വന്ന് നിൽക്കുകയാണ്, നോൺ കൊടുക്കണം. അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാവണേ. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ മാറ്റിയ ബാക്ക്ഗ്രൗണ്ട്. ശരിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതല്ല, ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയതാണ്. ശരിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇത് ബ്ലറാക്കാൻ പറ്റും ഫസ്റ്റ്, പിന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടോ, അടിപൊളി നല്ല ബാക്ക്ഗ്രൗണ്ടുകളാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് വീഡിയോ ആണെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് സൺസെറ്റാണ്. സൺസെറ്റിലാണ് നമ്മളുടെ, അടിപൊളിയല്ലേ സൺസെറ്റ്. പിന്നെ ഏതാ, ന്യൂ ഇയർ പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അടിപൊളി ബാക്ക്ഗ്രൗണ്ടുകളാട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഫിൽട്ടർ എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ വീഡിയോ ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ജസ്റ്റ് നമ്മളെ വാട്സപ്പ് തന്നെ ഉണ്ട് ഈ അപ്ഡേറ്റ്. ലോ ലൈറ്റ്, ഇതാണ് ഒരു അപ്ഡേറ്റ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫോട്ടോ, ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ ഫോട്ടോ, അല്ലെങ്കിൽ കുട്ടികളെന്ന് വേണമെന്നില്ല, ആരുടെ ഫോട്ടോ ആയാലും, ഞാൻ കുട്ടീൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ മോൻ്റെ ഫോട്ടോ തന്നെയാണിത്. ഇപ്പോൾ ഈ ഫോട്ടോനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിക്കറാക്കാൻ പറ്റും. അതിന് നമ്മൾ വേറെ സ്റ്റിക്കർ ആക്കാൻ വേണ്ടി ഒരു ആപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്രിയേറ്റ് സ്റ്റിക്കർ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് സ്റ്റിക്കറായി മാറും. സ്റ്റിക്കറായി മാറിയിട്ട് നമുക്കിതിന് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ആക്കാം. ഇനി ബർത്ത്ഡേ ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയിട്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് വേറെ ഒന്ന്. പിന്നെ ഞാൻ ടെക്സ്റ്റ് എങ്ങനെ നമുക്ക് വോയിസ് എങ്ങനെ ടെക്സ്റ്റ് ആക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ
വീഡിയോ ഇതിലുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് ഇതുപോലെ അടിപൊളി അപ്ഡേറ്റ് വീഡിയോകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.